ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വെട്ടിക്കിളി തിന്ന സംവത്സരങ്ങളല്ല. ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നും വെട്ടിക്കിളി തിന്ന് ജീവിതത്തിലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് എന്നും വളരെ നിർഭാഗ്യവാന്മാരെ പോലെ കഴിയുന്ന ഒരു സാഹചര്യം ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരും സ്തോത്രം എന്ന് പറയുന്നില്ലല്ലോ. ആർക്കും വേണ്ടേ? അങ്ങനെ ഒരു അനുഭവം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വെട്ടുക്കിളി തിന്നു കളഞ്ഞ ആമേൻ സസ്യങ്ങൾ ഉണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ, ആമേൻ, മലകൾ എല്ലാം ഇങ്ങനെ തരിശു ഭൂമിയായി കിടക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യുമെന്നാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. നമ്മൾ യോവേൽ പ്രവചനം 3:18. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമില്ലാതെ കിടക്കുന്ന ഒരു അനുഭവം. വീഞ്ഞ് വേദപുസ്തകത്തിൽ സന്തോഷത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് വീഞ്ഞ്. അപ്പോൾ ഈ പുതുവീഞ്ഞ് ആമേൻ പൊഴിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് പകല് മനസ്സിലാക്കേണ്ടത് കാര്യം, നാളുകളായി വെട്ടുക്കിളിയിൽ നിന്ന് വരൾച്ച ബാധിച്ച് ദൈവത്തിന്റെ ബാലശിക്ഷയിലൂടെ കടന്നുപോയിരിക്കുന്ന ഒരു ദൈവജനം തകർന്നിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ സിയോനിൽ നിന്ന് അവിടെ മേൽ വരുമ്പോൾ, ആമേൻ ആ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ ആലയം ഇരിക്കുന്നതായ സ്ഥലത്തേക്ക് വരുമ്പോൾ പർവ്വതങ്ങൾ മുഴുവനും സന്തോഷിക്കും. കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പൽക്കാല ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിരാശപ്പെട്ട് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയോടുകൂടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരാൻ പോകുകയാണ്. എത്ര പേര് ഇന്ന് പൽക്കാലം വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് ഭാരപ്പെട്ട് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ചെറുതെല്ലാം അടഞ്ഞുപോയെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടുമ്പോൾ കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ആ സന്തോഷം വരാൻ പോകുകയാണ്, ആനന്ദം വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സന്തോഷമുണ്ട്, ദൈവം തന്നിരിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ സന്തോഷം നഷ്ടപ്പെട്ട്, ആനന്ദം നഷ്ടപ്പെട്ട്, ആമേൻ ആമേൻ ഒരു ജീവച്ഛവം പോലെ ആമേൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആത്മീയ മണ്ഡലത്തിനകത്ത് മുന്നേറാൻ കഴിയാതെ ആമേൻ ഒരു ജീവച്ഛവം പോലെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സന്തോഷം തിരിച്ചു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവചനത്തിൽ ആമേൻ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നതായ കാര്യം, ഇസ്രായേൽ ജനത്തിന്റെ മേൽ ചില ആമേൻ അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ, അവർ ദൈവസന്നിധിയിലേക്ക് വരുവാൻ, അവരുടെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാനായി യോവേൽ പ്രവാചകൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറയുന്നു, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നീ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പർവ്വതങ്ങൾ വീണ്ടും സന്തോഷത്തിൻ്റെതായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പറയുന്നതായിരിക്കുന്ന ദൂത് പ്രൈസ് ദി ലോർഡ് പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയ ചില മേഖലകളിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വരൾച്ചയുള്ള കാലത്ത് പർവ്വതത്തിന് മുകളിൽ കന്നുകാലികളില്ല. എന്താ ഇല്ലാത്തത്? ഒരു പുല്ല് പോലും അവിടെ ഉണ്ടാകുന്നില്ല. ആമേൻ. കന്നുകാലികളെ കൊണ്ടുവിട്ടാൽ അവർ നിരാശയോടുകൂടിയാണ് മെയ്യുന്നത്. അവർ പുല്ലുകൾ അന്വേഷിച്ച് പോകുകയാണ്. പക്ഷെ പുല്ലുകൾ അവർക്ക് ലഭിക്കുന്നില്ല. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. പശുക്കൾ പോലും സന്തോഷമില്ല, മൃഗങ്ങൾക്ക് പോലും സന്തോഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് പോലും സന്തോഷമില്ലാതിരിക്കുമ്പോൾ
ഹല്ലേലൂയ. ആമേൻ. ദൈവം സമൃദ്ധിയുടെ അനുഭവം നൽകുമ്പോൾ മൃഗങ്ങൾ അഥവാ പശുക്കൾ പുല്ല് തിന്നിട്ട് മനോഹരമായ പാല് പൊഴിക്കുക. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം വരുമ്പോൾ നിന്റെ വീട്ടിലെ കന്നുകാലികളിൽ പോലും അനുഗ്രഹം വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം കണ്ട ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട് നിന്റെ വീട്ടിൽ വസിക്കുന്ന ഓരോ വ്യക്തികളിലും അനുഗ്രഹം വെളിപ്പെടും. നിന്റെ വീട്ടിൽ ഉള്ള ഓരോ വസ്തുവിന്മേലും ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടും. കരങ്ങളടിച്ച് ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട് ദൈവം നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ പോകുകയാണ്. നീ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാട്ട് മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ കഴിയാത്ത വിധത്തില്, മനസ്സ് നിറഞ്ഞ ഒന്ന് ചിരിക്കാൻ കഴിയാത്ത വിധത്തില്, മനസ്സ് നിറഞ്ഞ ഒന്ന് ചിരിക്കാൻ കഴിയാത്ത വിധത്തില് ഉള്ളിലെ ദുഃഖം മൂടി വെച്ചുകൊണ്ട് ചിരി വരുത്തി പലപ്പോഴും ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുഖത്ത് അക്ഷരാർത്ഥത്തില് ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നിന്റെ മനസ്സിനെ മതിക്കുന്ന അനേക പ്രശ്നങ്ങള് നിന്റെ ജീവിതത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ പോകുകയാണ്. നിന്റെ നാഥൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ പോകുകയാണ്. നീ എന്നും ഇല്ലായ്മകളില്, നീ എന്നും വെട്ടിക്കിളിക്കുന്ന അനുഭവങ്ങളില്, നിന്റെ ആത്മീയ ജീവിതത്തെ വെട്ടിക്കിളിക്കുന്നത് പോലെ ഒരു പച്ചപ്പില്ലാതെ വെട്ടിക്കിളിക്കുന്നത് പോലെ ഒരു പച്ചപ്പില്ലാതെ, ഒരു വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുന്ന അനുഭവത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കാണുകയാണ്. ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിന്നോട് പറയുകയാണ്, നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ച നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നീ തയ്യാറായാൽ, നിന്റെ ജീവിതത്തില് കുറവുകളെ കുറിച്ച് നീ അത് ഏറ്റുപറയാൻ തയ്യാറായ, നിന്റെ പഴയ അനുഭവത്തേക്കാൾ ഒന്നുകൂടെ മെച്ചമായ ചില ആത്മീയ അനുഭവങ്ങൾ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. മൃഗങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ വരികയാണ്. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആവർത്തനം 28 നമുക്ക് കാണാൻ കഴിയും. അവിടെ മൃഗങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമൃദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നീ എന്നും വരണ്ട പ്രദേശത്ത് കിടക്കാനല്ല. നിന്റെ ജീവിതത്തിൽ മാറ്റം വരണം. യോവേൽ പ്രവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 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 മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അനുതാപം ആവശ്യമാണ്. നിന്റെ ജീവിതത്തിൽ മടങ്ങി വരവ് ആവശ്യമാണ്. നീ നിന്നെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ ഒന്ന് കാണേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഉറവ് നിനക്ക് വീണ്ടും തുറക്കപ്പെടാം. ഹല്ലേലൂയ. ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു ഉറവ് ദൈവം നിന്റെ ആത്മീയ ജീവിതത്തിൽ തുറക്കാൻ പോകുകയാണ്. ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു ഉറവ് നിന്റെ ജീവിതത്തിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. അത് നന്മയുടെ ഉറവയാണ്. അത് അനുഗ്രഹത്തിന്റെ ഉറവയാണ്. ഒരു പിശാചിന് അടകെട്ടി നിർത്താൻ കഴിയാത്ത നന്മയുടെ ഒരു ഉറവ നിന്നെ ഒഴുക്കിക്കളയുന്നതല്ല. തലമുറകളെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഉറവയല്ല. നിന്റെ തലമുറകളെ നിന്നെ ദേശത്ത് ഉറപ്പിച്ച പച്ചയായ പുൽപ്പുറത്തിന്റെ അനുഭവത്തിലൂടെ ദൈവം നിന്നെ അർത്ഥമാരി കൊണ്ട് നിറച്ച് നിന്നെ വളർത്താൻ പോകുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. നീ തഴച്ചു വളരുന്ന ഒരു അനുഭവം നിന്റെ ദേശത്തുണ്ടാകാൻ പോവുകയാണ്. ചിലർ പറയും നീ ഉണങ്ങി നിൽക്കുകയാണ്, വലിയ താമസമില്ലാതെ വിറകിനെ കൊള്ളാകൂ. അങ്ങനെയല്ല. ഏത് വിറകിന്റെ മേല് എന്റെ കർത്താവിന്റെ കരമൊന്ന് തൊട്ടാൽ, ഏത് വിറകിന്റെ മേല് ആത്മാവൊന്ന് തൊട്ടാൽ, ഏത് വിറകിന്റെ മേല് സ്വർഗമെന്ന മഴ പെയ്യിച്ചാൽ
അത് തളർക്കാത്തതൊന്നുമില്ല. അഹരോന്റെ തളിയാമെ അഹരോന്റെ വടി തളർത്തതുപോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മ ജീവിതത്തില് ഒരു തളർപ്പ് പരിശുദ്ധാത്മാവ് കാണുന്നു. പരിശുദ്ധാത്മാവ് കാണുന്നു. പരിശുദ്ധാത്മാവ് കാണുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു തളർപ്പിന്നില്ലാതെ അത് മുരടിച്ചു പോയ അനുഭവങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ തളർത്തു നിന്ന അനുഭവങ്ങൾ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നീ നടക്കുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നീ യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നീ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒരു വരൾച്ച പ്രാപ വന്നിട്ട് തളർപ്പ് നിന്നുപോയ ചില അനുഭവങ്ങൾ, പിശാചാകുന്ന വെട്ടിക്കിളി നിന്നെ തകർത്തുകളായ ചില അനുഭവങ്ങൾ കാണുന്നു. കർത്താവ് പറയുക, നിന്റെ പ്രാർത്ഥനാ മുറയിൽ ഒരു ഫിലിസ് പക്ഷിയെ പോലെ നീ ചിറകടിച്ചു വരാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറയിൽ ഒരു കഴുകനെ പോലെ നീ ചിറകടിച്ചു വരാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറയിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തഴച്ചു വളരുന്ന ഒരു വൃക്ഷം പോലെ, ജീവജലത്തിന്റെ നദിയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷം പോലെ സ്വർഗ്ഗം നിന്നെ ആക്കാൻ പോവുകയാണ്. പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ അങ്ങനെ ആക്കണമേ, കർത്താവേ എന്നെ അങ്ങനെ ആക്കണമേ, വരൾച്ചകളെ മാറ്റണമേ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ ഒന്നും ഇങ്ങനെ വരണ്ട അനുഭവത്തിലാകാനല്ല. അത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും. ഭൗതിക ജീവിതത്തിൽ കഷ്ടതയുണ്ട്. കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഒരുപാട് കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നീതിമാനായ അയ്യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന് നേരുള്ളവനായ അയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. ദൈവം തെരഞ്ഞെടുത്തതായ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടും നീതിയോടും ദൈവത്തോട് ചേർന്ന് നിന്ന യോസഫിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. ഏറ്റവും ഒടുവിൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്നതായ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയുണ്ടെങ്കിൽ ആ കഷ്ടത എന്തിനാണെന്ന് നമ്മൾ സമയത്തിനനുസരിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കർത്താവ് നിന്നോട് സംസാരിക്കുന്ന അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത എന്താണെന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത. യെരുശലേമിന്റെ ഒരു പ്രത്യേകത പറയാം. ഒരു പ്രധാനപ്പെട്ട നദിയും യെരുശലേമിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നില്ല. അതായത് യെരുശലേം നിർമ്മിച്ചിരിക്കുന്നത് മലയുടെ മുകളിലാണ്. എന്നാൽ യെരുശലേമിലൂടെ ഒരു പ്രധാനപ്പെട്ട നദിയും ഒഴുകുന്നില്ല. യെരുശലേം ഒരു വലിയ നദിയുടെ കരയിൽ ആയിരുന്നില്ല നിന്നത്. റോം പണിതത്, എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന ലോകചരിത്രം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ റോമിന്റെ ആരംഭത്തെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമുണ്ടായി. ഞാൻ പിന്നീട് ഒരു സമയം പറയാം. ഇതൊരു ചരിത്രപരമായ ക്ലാസ് അല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു റോമിന്റെ ചരിത്രത്തെക്കുറിച്ചും റോമിന്റെ വളർച്ചയെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ പോട്ടെ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ റോം പണിതത്, പുരാതനമായിരിക്കുന്ന റോം പണിതത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈബർ നദിയുടെ കരയിലാണ്. യൂഫ്രട്ടീസിലെ ടൈഗ്രീസിന് സമീപമാണ് ബാബിലോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും സമീപമാണ് ബാബിലോണും നിനവിയും നിർമ്മിച്ചിരിക്കുന്നത്. മിസ്രൈം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുടെ കരയിലാണെന്ന് പറയാമോ? മിസ്രൈമല്ല, അതെ, ഈജിപ്തിലെ ഫറവോന്റെ കൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്തത് നൈൽ നദി. ലോകത്തിലെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, രണ്ടാമത്തെ നദിയാണ് നൈൽ നദി. നൈൽ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നൈൽ നദിയുടെ ദാനമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ യെരുശലേമിൽ
അങ്ങനെ ഒരു നദി ഇല്ല. യെരൂശലേം എന്നും വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. ആമേൻ. പിന്നീട് വെല്ലുവിളികളും ഒക്കെ വേറെ ഉണ്ടായി. ആമേൻ. യെരൂശലേമിലേക്ക് വെള്ളം കൊണ്ടുവന്നതൊക്കെ കുറച്ച് മറ്റൊരു സന്ദർഭത്തെ ഞാൻ പറയാം. എന്നാൽ യെരൂശലേമിൽ വെള്ളത്തിന് ഒരു വലിയ ആവശ്യമാണ്. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി, അത് മറ്റൊരു വശം. എന്നാൽ യെരൂശലേമിന്റെ വരൾച്ച മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചത് യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നൊഴുകുന്ന ഒരു നദിയാണ് ദൈവം ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. മറ്റ് നദികൾ, മറ്റ് പട്ടണങ്ങളെ പോലെ, നഗരങ്ങളെ പോലെ മാനുഷികമായ അധ്വാനത്താൽ സമൃദ്ധി പ്രാപിക്കുന്ന ഒരു നഗരമല്ല ദൈവം യെരൂശലേമിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്നതായ നദി കൊണ്ട് യെരൂശലേം സമർത്ഥമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വൈതലേ, ലോകം തരുന്നതായ ചില നന്മകൾ കൊണ്ട് നീ സന്തോഷിക്കണമെന്നല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകമന്യായവും ചതുവും കള്ളത്തരങ്ങളും ഒക്കെ കാണിച്ച് വെട്ടിപ്പിടിക്കുന്നതായ ചില നന്മകൾ കൊണ്ട് ലോകം വലുതാകുമ്പോൾ, വലിയ വലിയ വീടുകൾ വെക്കുമ്പോൾ, വലിയ വലിയ കൊട്ടാര സദൃശമായ വീടുകളിൽ താമസിക്കുമ്പോൾ, വലിയ വലിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചതിവിലും വഞ്ചനയിലും വെട്ടിയെടുത്ത ഒരു സാമ്പത്തിക സാമ്രാജ്യമല്ല. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നേരോടെ നിന്ന്, വിശുദ്ധിയോടെ നിന്ന്, വിശ്വസ്തയോടെ നിന്ന്, ദൈവകൃപയോടെ നിന്ന്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ, ദൈവത്തിന്റെ ആലയത്തിലെ കൃപാസനത്തിൽ നിന്നൊഴുകുന്ന ആ നദി കൊണ്ട് നീ സമൃദ്ധി പ്രാപിക്കണമെന്നാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകപ്രകാരമുള്ളൊരു വളർച്ചയല്ല, ദൈവത്താലുള്ളൊരു വളർച്ചയാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ കരുവാടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. ലോകം നിന്നെ വളർത്തത്തില്ല, പക്ഷെ ലോകം നിന്നെ തളർത്തുകയുള്ളൂ. പക്ഷെ ലോകം നിന്നെ തളർത്തിയാൽ നിന്റെ ദൈവം നിന്നെ വളർത്താൻ തീരുമാനിച്ച നിന്റെ വളർച്ചയെ തടയാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത് പറയുകയാണ്. കള്ളത്തരം വേണ്ട, വെട്ടിപ്പ് വേണ്ട, യാതൊരു തട്ടിപ്പും വേണ്ട, ചതുവ് വേണ്ട, കള്ളത്തരം വേണ്ട. നേരായ ദൈവം നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാത്ത വിധത്തിൽ നേരായി നിന്നെ വളർത്തി, നേരായി നിന്നെ അനുഗ്രഹിച്ച്, നേരായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കട്ടത അത് സാരമില്ലായി നിന്നിട്ട് നീ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി, സ്വർഗത്തിൽ നിന്നൊരു ഉറവ് നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ആത്മജീവിതത്തിന് തുറക്കേണ്ടതിന് വേണ്ടി നീ കാത്തിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞായറാഴ്ചകളിലുള്ള ജോലിയൊക്കെ ഒഴിവാക്കണം, ആരാധനയ്ക്ക് വരണം, ദൈവത്തെ ആരാധിക്കണം. വീട്ടില് സന്ധ്യയാകുമ്പോ TV കണ്ട് വീട്ടിൽ കുത്തിരിക്കരുത്. കോട്ടയം മീറ്റിംഗ് വരണം. TV ഉള്ളത് കൊണ്ടല്ലേ TV കാണുന്നത്. TV ഇല്ലാത്ത കാലഘട്ടത്തില്, ഒരു സ്കൂട്ടർ ഇല്ലാത്ത കാലഘട്ടത്തില്, ഒരു കാർ ഇല്ലാത്ത കാലഘട്ടത്തില് ചൂട്ടുകറ്റിയൊക്കെ പിടിച്ചുകൊണ്ട് ഏത് കോട്ടയം വീട്ടിലും ഏത് കുടുംബ നടുപ്പത്തിലും നീർക്കോലിയും പുളവനും ഒക്കെയുള്ള വരമ്പത്തൂടെ കുഞ്ഞുങ്ങളെയും കൈപിടിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പനി പിടിച്ചാൽ ആശുപത്രിയിൽ പോകാൻ പൈസയില്ല. വലിയ രോഗം വന്നാൽ പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് മാത്രം നോക്കിയ ഒരു പഴയകാല അനുഭവം. ഇന്ന് കർത്താവിൽ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് തന്ന നന്മയ്ക്കകത്ത് നീ കോട്ടയം മീറ്റിങ്ങിന് വരാതെ, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാതെ, ടിവിയും കണ്ട് മൊബൈലും നോക്കി മറ്റുള്ളവരെയും ഫോൺ വിളിച്ച് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നതായ സമയത്ത് ദൈവം നിന്നെ നടത്തി
നടത്തിയതായ വിധങ്ങളെ നീ ഓർത്ത് ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിച്ച് ഒരു സമൃദ്ധമായ ഒരു അനുഗ്രഹം നിന്റെ ആത്മീയ ജീവിതത്തെ തുറക്കത്തക്കവണ്ണം നിനക്ക് വേണ്ടി തുറക്കുന്ന ആ ഉറവയോർത്ത് നീ സ്തോത്രം ചെയ്യണം. അമ്മേ, കഴിഞ്ഞ ദിവസം പ്രിയ ബാബുച്ചാന്റെ ഭവനത്തിൽ നടന്ന കോട്ടയം മീറ്റിംഗിൽ നിറച്ച ആളുകളുണ്ടായിരുന്നു. അമ്മേ, നിറച്ച ആളുകളുണ്ടായി. ഒത്തിരി സന്തോഷമുണ്ടായി. ആമേൻ. ഞങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു വന്നവർക്കെല്ലാം ആമേൻ. ഇത്രയും പേർക്ക് ആമേൻ ബാബുച്ചാന്റെ വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് അത്രയും അവര് ആമേൻ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പ്രാർത്ഥന നടത്തിയത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന നടത്തുന്നത്. പ്രൈസ് ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ ആരും പ്രാർത്ഥനയ്ക്ക് കോട്ടയം മീറ്റിങ്ങിന് പോകാതിരിക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ആമേൻ കുടിവെള്ളമായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഓർമ്മയ്ക്ക് ആമേൻ അവർക്ക് പഠന വിഷയത്തോടുകൂടെ പറയട്ടെ. ആമേൻ. ആ യൂഫ്രട്ടീസ് നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മുറാദ്സുവിന്റെ കാലസുവിന്റെ മധ്യത്തിൽ നിന്നാണ് യൂഫ്രട്ടീസ് ആരംഭിക്കുന്നത്. യൂഫ്രട്ടീസിന്റെ നീളം 2289 കിലോമീറ്റർ ആണ്. 3 രാജ്യങ്ങളിലൂടെയാണ് ആമീൻ എന്നീ നദി ഒഴുകുന്നത്. തുർക്കി, സിറിയ, ഇറാഖ് എന്നിവയിലൂടെ നദി ഒഴുകുന്നു. തുർക്കിയിലുള്ളതായ ഈ നദിയുടെ നീളം ഏകദേശം 526 കിലോമീറ്ററും സിറിയയിലും ഇറാഖിലും ഇതിന്റെ നീളം യഥാക്രമം 604 കിലോമീറ്ററും ആമേൻ ഇറാഖിൽ 1159 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ എന്നാൽ ഇത്ര വിശാലമായി കിടക്കുന്ന, ഇത്ര നീളത്തിൽ കിടക്കുന്ന, ഇത്ര വലിപ്പത്തിൽ കിടക്കുന്ന, ഇത്ര ബൃഹത്തായ ഒരു നദിയേക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ നദി. ലോകപ്രകാരം യൂഫ്രട്ടീസ് വലുതായിരിക്കാം. യൂഫ്രട്ടീസ് ഒഴുകി ടൈഗ്രീസിലേക്ക് ചേർന്ന് ആമേൻ മഹാനദിയായിട്ട് അത് ഒഴുകുന്നതായിരിക്കാം. എന്നാൽ ലോകത്തിന്റെ നദിയേക്കാൾ ഏറ്റവും ബൃഹത്തായ ഒരു നദി നിന്റെ അകത്തൂടെ ഒഴുകുന്നുണ്ട്. ജീവജലത്തിന്റെ ഉറവകൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ ഉറവകൾ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അത് ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കായി, ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കായി ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ദൈവത്തിന്റെ വൈദ്യുതിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ, നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നൽകിയ ബാലശിക്ഷകൾ എന്തിന് എന്നുള്ള വിഷയത്തെ കൂടെ ചേർത്ത് നമ്മൾ ചിന്തിക്കും. ആവർത്തന പുസ്തകം 8:7 വായിക്കാം. ആവർത്തന പുസ്തകം 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. പ്രൈസ് ദി ലോർഡ്. മതി. ദൈവം നൽകിയിരിക്കുന്ന ആമേൻ. നമുക്ക് ആ ഭാഗം ദൈവം നൽകിയിരിക്കുന്ന നന്മകളിലൂടെ ദൈവം നടത്തുമ്പോൾ നമുക്ക് 8:1 മുതൽ വായിച്ചാട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത, നമ്മൾ ആദ്യം കണ്ടത് അമലേയത്തിൽ നിന്ന് ഒഴുകുന്നതായിരിക്കുന്ന നദി ഉറവ. ഇപ്പോൾ നമ്മൾ കാണുന്നതായ വിഷയം, ദൈവം അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് അയച്ചപ്പോൾ വാഗ്ദത്ത ദേശത്ത് അവർക്ക് വേണ്ടി ആമേൻ ഉള്ള ഒരു ഉറവ, അവർക്ക് വേണ്ടി ലഭിക്കുന്നതായ ഉറവകൾ, ദൈവം അവർക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഉറവകൾ. ആ വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ആ ദേശത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ, ആ ദേശത്തേക്ക് നിങ്ങൾ ചെല്ലുവാൻ അല്പമായ കഷ്ടപ്പാടുകളുണ്ട്. പ്രിയമുള്ള ദൈവത്തിന്റെ പേരിലെ
നീതിമാൻ പ്രയാസമന്യാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ഇത് ഇടുക്ക് വഴിയിലൂടെ ഉള്ള ഒരു യാത്രയാണ്. വിശാലമായ വഴിയാണ് ലോകത്തിന്റെ വഴി. പക്ഷെ ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അനവധിയായ കഷ്ടതകൾ നീ അനുഭവിച്ച് കടന്നു പോകേണ്ടി വരും. ആമേൻ. ദൈവനാമത്തെ പ്രതിയുള്ള അനേക കഷ്ടതകൾ, അപമാനങ്ങൾ നീ ഏൽക്കേണ്ടി വരും. ഈ പുസ്തകം എടുക്കുന്നതിന്റെ പേരിൽ ആമേൻ ചില പ്രതിസന്ധികൾ നിന്റെ ആദ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നു വരും. ഈ പുസ്തകം എടുത്തതിന്റെ പേരിൽ, നീ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, നീ ആരാധിക്കുന്നതിന്റെ പേരിൽ, നീ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ പേരിൽ നിന്റെ ഭവനത്തിന്റെ അകത്തുപോലും ചില വിഷയങ്ങള് നീ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്ത ദേശം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയ വാഗ്ദത്ത ദേശം അത് ഭൂമിയിലാണെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന പുതിയ നിയമ സഭയ്ക്കായിരിക്കുന്ന ഇസ്രായേലിന് ദൈവം തന്നിരിക്കുന്നത് അത് സ്വർഗീയമായതാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ നിന്റെ നോട്ടം മുഴുവൻ അത് സ്വർഗത്തിലേക്കായിരിക്കണം. ഇസ്രായേൽ ജനം ഭൂമിയിലേക്ക് നോക്കട്ടെ. അവർക്ക് ഭൂമിയിൽ ചില അവരുടെ അനുഗ്രഹങ്ങൾ കൂടുതൽ അവർ മനസ്സിലാക്കപ്പെട്ടതല്ല ഭൂമിയിലാണ്. ഇപ്പോൾ അവര് വാഗ്ദത്ത ദേശത്തിലേക്ക് വരികയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് സംസാരിക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന്. 1, നിങ്ങൾ ജീവിച്ചിരിക്കണം. 2, നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങളെ കുറിച്ച് എനിക്കുള്ള ഒരു ആഗ്രഹവും എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളതായ പദ്ധതികളും 2 കാര്യങ്ങൾ ആദ്യമായി പറയുകയാണ്. ഒന്നാമത്തേതായ കാര്യം, നിങ്ങൾ ജീവിക്കണം. ഒന്നുകൂടെ ആത്മീയമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന് ദൈവമക്കളെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയാനുള്ളത് ആ വിഷയത്തിനകത്ത്. 1, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം. നിങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന് നന്മ കാണണമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി ഇരുന്നെങ്കിലും മതിയാകൂ. നിങ്ങൾ ശരീരത്തോടു കൂടി ഇരുന്നെങ്കിലും മതിയാകൂ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കണം. ശവക്കുഴിക്കകത്തല്ല ജീവിക്കേണ്ടത്, ഈ ഭൂമി ജീവിക്കണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തേതായ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നിനക്ക് കാണണമെങ്കിൽ നീ ഈ ഭൂമിയിൽ ആത്മീയമായിട്ട് ജീവിക്കണം. ജാഗാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ച് ഏത് ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. ഷുഗർ രോഗികളായിരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ കാലുകളിലുള്ള കറുപ്പ് വന്നാൽ സ്പർശനശേഷി കുറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൈകാലുകളിൽ സ്പർശനശേഷി അല്പം കുറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? അത് ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അവിടെ സ്പർശനശേഷി ഇല്ല എങ്കിൽ അവിടത്തേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിരിക്കുകയാണ്. സ്പർശനശേഷി അവിടെ നഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ ആ കാൽ മരിച്ചു പോകും, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഭാഗം മരിച്ചു പോകും. അങ്ങനെ രക്തയോട്ടമില്ലാതെ ആ ശരീരം അഴുകാൻ തുടങ്ങും, ആ ശരീരം മരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം ചെയ്യുന്നതായ കാര്യം, സാധാരണപ്പെട്ടതായ ഒരു മനുഷ്യൻ അവിടെ ഒരു മരവിപ്പ് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ആശുപത്രിയെ കൊണ്ടുപോകും. ഡോക്ടറോട് പറയുക, എന്റെ കൈയുടെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഒരു മരവിപ്പുണ്ട്, എന്റെ കാലിന്റെ മുട്ട് മുതൽ താഴേക്ക് ഒരു മരവിപ്പാണ്, എന്താണെന്ന് അറിയത്തില്ല. ഡോക്ടർ പരിശോധിച്ച് അതിന്റെ സംവിധാനങ്ങളും മിഷണറികളൊക്കെ വെച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയുക, അത്രയും ഭാഗം മരവിച്ചിരിക്കുകയാണ്, അത്രയുമുള്ള ഭാഗം ഞരമ്പുകൾ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ചില തെറാപ്പികളൊക്കെ നമുക്ക് ചെയ്ത് ആ ഞരമ്പുകളെ ഒന്ന് പുനരാരംഭിക്കണം. ഇല്ലെങ്കിൽ കാല് മുറിച്ച് കളയേണ്ടി വരും, ഇല്ലെങ്കിൽ കൈ മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഞെട്ടു. അതുവരെ നമ്മൾ ഞെട്ടിക്കിട്ടില്ലെങ്കിൽ പപ്പടാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് തരുന്നതായ ഒരു മുന്നറിയിപ്പാണ്. നീ ജാഗാറായ ശേഷിപ്പുകളെ ജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടി നീ ദൈവത്തിന് പ്രാർത്ഥിക്കണം. ചത്തുപോയെന്നല്ല, അല്പൂടെ കഴിഞ്ഞാൽ ചത്തുപോകുമ്പോഴാണ് ആ കാൽഭാഗം അല്ലെ കൈയുടെ ഭാഗം വെച്ച് മുറിച്ചു കളയുന്നത്. ഇനി അത് വെച്ചിരുന്ന ദോഷമാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുമ്പോൾ ആ കൈയുടെ ഭാഗം കാലിന്റെ ഭാഗം മുറിച്ചു കളയും. തല മുറിക്കാൻ പറ്റുകയില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതാണ്. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അത് പരിശോധിക്കുവാനും അതിന് തക്ക ചികിത്സ ചെയ്യുവാനും അതിനുള്ള സാഹചര്യങ്ങളിൽ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിന്റെ
ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുക. നീ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ചില നാളുകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ചലനശേഷി നഷ്ടപ്പെട്ട നിന്റെ ആദ്യ ജീവിതത്തിന് ചലനശേഷി നഷ്ടപ്പെട്ട ചലനശേഷി നഷ്ടപ്പെട്ട നീ വഴിയിൽ വെച്ച് കുഴഞ്ഞു വീഴാതിരിക്കുക. നീ ആത്മാവിൽ ശക്തിപ്പെടണം. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കുകയും രണ്ടാമത്തതായ കാര്യം വർദ്ധിക്കുകയും ചെയ്യണമെന്നാണ്. ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, ആത്മീയമായി വർധനമുണ്ടാകണം. കുടുംബത്തിനകത്ത് ആത്മീയ വർധനമുണ്ടാകണം. സഭയ്ക്കകത്ത് ആത്മീയ വർധനമുണ്ടായാൽ മാത്രം പോരാ, കുടുംബത്തിനകത്ത് ആത്മീയ വർധനമുണ്ടാകണം. ചർച്ചയിൽ വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം പറയുകയും കുടുംബത്തിനകത്ത് മറ്റു പലതും പറയുകയും ചെയ്താൽ ആത്മീയ വളർച്ച ഉണ്ടാകുകയില്ല. സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഭവനത്തിനകത്താണെങ്കിലും ആത്മീയ വർധനം ഉണ്ടാകുന്ന ആത്മീയ പ്രചോദനം ഉണ്ടാകുന്ന, ക്ഷീണിച്ചു പോകുന്നവരെ ശക്തീകരിക്കുന്ന, ക്ഷീണിച്ചു പോകുന്നവരെ താങ്ങുന്ന, ദൈവത്തിന്റെ ഉള്ളം താങ്ങുന്ന ദാസൻ എന്ന് പറയത്തക്കവണ്ണം അനേകരെ ശക്തീകരിക്കുന്ന, അനേകരെ ധൈര്യപ്പെടുത്തുന്ന, അനേകരെ ബലഹീനരെയും ആശ്വസിപ്പിക്കുന്ന ഒരാത്മീയ ഹൃദയത്തിന് നീ ഉടമയായി തീരണം. ദൈവം അതാണ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, പക്ഷെ ഞാൻ നിർത്തുക കേട്ടോ. ഒരുപാട് കാര്യം ചിന്തിക്കാനുണ്ട്. രണ്ടാമത്തെ വർദ്ധനവ് നിനക്ക് വേണം. നിങ്ങള് നടുമ്പഴും ഒരു കൊട്ട, പഴച്ചപ്പൊഴി ഒരു കൊട്ടയല്ല. ഒരു ഫലമുണ്ടാകണം. സമൃദ്ധമായി വളരണം. 2, 3 നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിങ്ങളോട് നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ വീട് തരാമെന്ന് പറഞ്ഞിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് വാഹനം തരാമെന്ന് പറഞ്ഞിട്ടല്ല. ദൈവം നിന്നെ വിളിച്ചത് മക്കൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടല്ല. ദൈവം നിന്നെ വിളിച്ചത് ദൈവം നിന്നെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞതായ ഒരു കാര്യം, വാഗ്ദത്ത ദേശം നിനക്ക് തരാ, സ്വർഗ്ഗദേശം നിനക്ക് തരാ. അപ്പോൾ നീ ആദ്യം മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കി ഉള്ളതൊക്കെ ഒരു ബോണസായി, ഒരു പാക്കേജായി, ഒരു ഗിഫ്റ്റായി, ഒരു സമ്മാനമായി നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ദൈവം നിന്നെ വിളിച്ചത്. കരങ്ങളടിച്ചത് സ്തോത്രം ചെയ്താട്ടെ. ഗിഫ്റ്റിന് വേണ്ടി ജീവിക്കരുത്, അവിടെ എത്താൻ വേണ്ടി ജീവിക്കണം. ഗിഫ്റ്റിന് വേണ്ടി ജീവിക്കരുത്, അവിടെ എത്താൻ വേണ്ടി ജീവിക്കണം. ഈ ഭൂമിയിൽ എത്ര ഗിഫ്റ്റ് ലഭിച്ചാൽ എന്താ, അവിടെ എത്തിയില്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ? അടുത്തതായ കാര്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും ഓർക്കണം. പ്രിയമുള്ളവരെ, ഈ മരുഭൂമി ദൈവം നടത്തിയത് എന്തിനാ? ദൈവമക്കൾക്ക് ദൈവം മരുഭൂമി വന്നിരിക്കുന്നത് എന്തിനാ? ഈ 40 വർഷം ദൈവം അവരെ മരുഭൂമിയിൽ നടത്തിയ എന്തിനാ? പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല. മരുഭൂമിയിൽ അവർക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുകയില്ല. മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുകയില്ല. മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ മരുഭൂമി പുലർച്ചെ നീ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കണം. എല്ലാ ദിവസവും നോക്കിയിരിക്കണം. മരുഭൂമിയിൽ കാച്ചിൽ നടാൻ പോയാൽ അവിടെ ലഭിക്കുകയില്ല. മരുഭൂമിയിൽ കപ്പ നടാൻ പോയാൽ അവിടെ കപ്പ ഉണ്ടാകുകയില്ല. മരുഭൂമിയിൽ നെല്ല് വിതയ്ക്കാൻ പോയാൽ അവിടെ നെല്ലുണ്ടാവുകയില്ല. പക്ഷെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ? നീ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കണം. എന്തിനാണെന്നറിയാമോ? അതിരാവിലെ പുലർച്ചെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി മാറ്റുക, നിന്റെ കുഞ്ഞുങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം തരുക. മരുഭൂമിയിൽ ഒരു ബലഹീനനും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയത്തക്കവണ്ണം അവിടെ വസ്ത്രം തീർന്നിച്ചു പോകാതെ, അവിടെ ചെരുപ്പ് തീഞ്ഞു പോകാതെ വണ്ണം അവരെ വഴി നടത്തുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് പുലർച്ചെ അവർക്ക് വേണ്ടി മന്ന അയക്കും.
Praise the Lord. Praise the Lord. മന്നയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, രാത്രിയമായ കാത്തിരിപ്പ്. Praise the Lord. കുഞ്ഞുങ്ങളോട് പറയുക, ഓ മന്ന വീഴാൻ സമയമാകുന്ന കുഞ്ഞുങ്ങളെ, നമ്മൾ കാത്തിരിക്കണം. വെയിൽ ഉറച്ചാൽ അത് ഉരുകിപ്പോകുക. നാളത്തേക്ക് മാറ്റിവെച്ചാൽ അത് ക്രമിച്ചു എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തേക്കുള്ളത് എന്റെ ദൈവം ഒരേക്കായിട്ടുണ്ട്. അത് പുലർച്ചയാകുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയത് ദൈവം ഈ പാളയത്തിന് പുറത്ത് തരുക. അമ്മ കുഞ്ഞുങ്ങളോട് വിളിച്ചു പറയുക, ഓടി വരിക കുഞ്ഞുങ്ങളെ, ഓ ദൈവം തന്നിട്ടുണ്ട്. ഓ പാത്രവുമായിട്ട് വന്ന് അവനവന്റെ ആവേശത്തിനുള്ളത് അവനോ പറക്കിയെടുക്കുക എന്ന ഒരാഴ്ചത്തേക്കുള്ള ദൈവം കൊടുക്കാഞ്ഞത്, ഒരാഴ്ചത്തേക്കുള്ളത്, ഒരു മാസത്തേക്കുള്ളത് അത് ചാക്കിൽ കെട്ടിവെച്ച് കൊടുക്കാൻ എന്താ? നീ രാവിലെ മടിയനായി പോകരുത്, നീ മടിയനായി പോകാതിരിക്കാൻ, നീ അലസനായി പോകാതിരിക്കാൻ ദൈവം നിനക്ക് അന്നത്തേക്കുള്ളത് ദൈവം നിനക്ക് തരികയാണ്. അന്നത്തേക്കുള്ളത്, നാളത്തേക്കുള്ളത് അത് ദൈവത്തിന്റെ കരങ്ങള്. നിന്റെ കുഞ്ഞിന്റെ ഭാവി അത് ദൈവത്തിന്റെ കരങ്ങള്. നിന്റെ ഭാവി അത് ദൈവത്തിന്റെ കരങ്ങള്. അത് നിന്റെ കുടുംബത്തിന്റെ ഭാവി അത് ദൈവത്തിന്റെ കരമാ. നിന്റെ ഭവനത്തിന്റെ ഭാവി അത് ദൈവത്തിന്റെ കരങ്ങളാ. നിനക്ക് നോക്കാൻ ഒന്നേയുള്ളൂ, അത് സ്വർഗത്തിലേക്ക് ആകാശത്തിന്റെ കിളിവാതി തുറന്ന് ഓ മന്ന നിന്റെ പാളയത്തിന് മുമ്പില് അത് വീഴത്തക്കവണ്ണം നീ കാത്തിരിക്കുന്ന ലഭവ. നീ വിശക്കുമ്പോൾ നീ പുറപ്പെടുക്കരുത്, നീ ദാഹിക്കുമ്പോൾ നീ പുറപ്പെടുക്കരുത്. ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ, ഈ തേളുകളുള്ള മരുഭൂമിയിലൂടെ, വിഷപ്പാമ്പുകളുള്ള മരുഭൂമിയിലൂടെ, മുൾച്ചെടികൾ വസിക്കുന്ന ഈ മരുഭൂമിയിലൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു അസംതൃപ്തിയുടെ വാക്ക് വരാൻ പാടില്ല. നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തിനെതിരായി ഒരു മോഷ്ടകരമായ വാക്ക് വരാൻ പാടില്ല. നീ ദൈവത്തോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, സകല ഉറവകള് അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ്. എല്ലാ ഉറവകള് ദൈവത്തിന്റെ കയ്യിൽ നിന്നാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് സംഗീത പ്രമാണിമാരോടുകൂടി നീ ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത്തെ ഉറവയുണ്ട്, ജീവജല നദിയാണ്. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ ഓ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് ജീവജല നദി പുറപ്പെട്ട് അതിന്റെ കരയിൽ വസിക്കുന്ന അനവധി വൃക്ഷങ്ങളുണ്ട്. നമ്മൾ ഈ പ്രിയ ഭാഗങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളില് വൃക്ഷങ്ങളെ നമുക്ക് കാണാം, വെള്ളം നമുക്ക് കാണാം, സമൃദ്ധി കാണാം. പക്ഷേ നിത്യതയില് ജീവജല നദി ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മധ്യത്തിൽ നിന്ന് ആ ജീവജല നദി പുറപ്പെടുകയാണ്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? കുഞ്ഞാട്, അറക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാട്, ക്രിസ്തുവിന്റെ പേരവിടെ പറയാതെ കുഞ്ഞാടിന്റെ പേര് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നീ നിത്യതയിലെത്തുമ്പോ ദൈവത്തിന്റെ സിംഹാസനത്തെ നീ കാണുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന സ്വച്ഛസ്ഫടികമായ നദി നീ കാണുമ്പോ 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന, ഓരോ മാസവും വിവിധ തരത്തിലുള്ള ഫലങ്ങൾ കായ്ക്കുന്ന ആ വൃക്ഷം നീ കാണുമ്പോ നീ ഓർക്കേണ്ടതായ കാര്യം ഇതാണ്. കുഞ്ഞാടേ, എനിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടേ, അങ്ങേക്ക് മകത്ത് കുഞ്ഞാടേ, നീ അറക്കപ്പെട്ട് സകല വംശങ്ങളിൽ നിന്ന്, സകല ഭാഷകളിൽ നിന്ന്, സകല ഗോത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ പോലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്തിപ്പെട്ടാൽ കഴിഞ്ഞത്. ആമേൻ. അവിടെ പറയുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ വന്നാണ്. കുഞ്ഞാടെന്ന് പറയാനുള്ള കാര്യം അറക്കപ്പെട്ടത് കൊണ്ട്, നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് കാൽവരിയിൽ അറക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. യോഗ്യത കൊണ്ട് വന്നതല്ല, സ്വയപ്രശംസ കൊണ്ട് വന്നതല്ല, സ്വന്തം നീതി കൊണ്ട് വന്നതല്ല, കർമാചാരങ്ങളിലൂടെ വന്നതല്ല. കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടത് കൊണ്ട് നമ്മളിവിടെ വന്നു. ദൈവം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്ത് ആവർത്തന 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ എന്നെ മറക്കരുത്.
നിങ്ങൾ നല്ല വീട് ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ നല്ല തോട്ടം പണിയുമ്പോൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മിടുക്കുകൊണ്ട് സമ്പാദിച്ചതെന്ന് പറയരുത്. മറിച്ച് ഒരു കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്, ദൈവത്തെ നിങ്ങൾ നന്ദിയോടെ ഓർക്കണം. ദൈവമാണ് തന്നത്. ഇതുപോലെ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ആമേൻ. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന നീരുറവ, ജീവജല നദി അവൻ ഒഴുകുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ. അവിടെ നമ്മൾ മറക്കരുത്, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. ദൈവം ചെയ്ത നന്മകളെ മറക്കുവാനുള്ള സ്ഥലമല്ല സ്വർഗ്ഗം. ദൈവം നമ്മെ വീണ്ടെടുത്തത് മറക്കാനുള്ളതല്ല സ്വർഗ്ഗം. നമുക്ക് വേണ്ടി കാൽവരി ചൊരിഞ്ഞ പുണ്യാഗ രക്തം മറക്കാനുള്ളതല്ല നമ്മെ സ്വർഗ്ഗം. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം.